ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഡ്യു ഹെൽത്ത്. വളരെ ഇമ്പോർട്ടന്റും ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് എഡ്യു ഹെൽത്ത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് തന്നെ കൊളസ്ട്രോളിന്റെ അളവ് വളരെയധികം രക്തത്തിൽ കൂടി കാണുന്നുണ്ട്. ഏജ് ഒരു ഘടകമല്ല എന്ന് സാധിക്കും. ഇപ്പോൾ ജീവിതശൈലികളായിരിക്കാം, മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത്. എന്നാൽ പൊതുജനത്തിന് പൊതുവെ അറിയാത്ത ഒരു കാര്യമാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കൊളസ്ട്രോൾ കൂടാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ലിവർ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള ശരീരത്തിൽ കൊഴുപ്പിന്റെ ഏകദേശം ഒരു 90% കൊഴുപ്പ് ഉണ്ടാകുന്നത്. ബാക്കി 10% മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന കൊഴുപ്പ് കൊണ്ട് ഉണ്ടാകുന്ന കൊളസ്ട്രോൾ. കൊളസ്ട്രോളിനിണങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും അതിനെപ്പറ്റി അറിയുന്നതിനും മുമ്പായി തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, എന്താണ് കൊളസ്ട്രോൾ എന്നുള്ളത്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന്റെ കണ്ടന്റിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിവർ ഫ്രണ്ട്ലി ഡയറ്റ് ആണ് ഏറ്റവും ഉത്തമമെന്ന് പറയും. നമുക്കറിയാം, ഇപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ BP-യോ അല്ലെങ്കിൽ കരൾ സംബന്ധമായ അസുഖങ്ങളോ ഉള്ള ഒരാളാണെങ്കിൽ ഗ്രാജുവലി അവരുടെ കൊളസ്ട്രോൾ ലെവൽ ബ്ലഡിലുള്ളത് കൂടി വരുന്നത് കാണാം. ഇതിന് പ്രധാനമായിട്ടും നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ ഫാറ്റ്, അല്ലെങ്കിൽ എനർജി മെറ്റബോളിസത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ആദ്യമായി നമ്മൾ കൊളസ്ട്രോളിന് ഇണങ്ങുന്ന ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം എളുപ്പത്തിൽ ദഹിക്കാത്ത ഭക്ഷണം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതായത് സ്റ്റൊമക്കിന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് സമയമെടുത്ത് ദഹിപ്പിക്കാൻ കഴിയുന്ന ആഹാരം. എന്നാൽ മാത്രമേ അത് ഗ്രാജുവലി വളരെ സ്ലോ ആയിട്ട് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡിലോട്ട് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ ടൈം കുറവില് ഡൈജഷൻ നടക്കാൻ പറ്റിയ ആഹാരങ്ങളാണ് കൊളസ്ട്രോൾ പേഷ്യന്റ് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യന്റും കഴിക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതായത് ഫൈബേഴ്സ് 2 തരത്തിലാണുള്ളത്. ഒന്ന് സോലുബിൾ ഫൈബേഴ്സും അതുപോലെ ഇൻസോലുബിൾ ഫൈബേഴ്സും. അതിൽ സോലുബിൾ ഫൈബേഴ്സിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ജെൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സസ് വരുന്ന നമ്മുടെ കാർബോഹൈഡ്രേറ്റിനും ഫാറ്റിനെ അത് ബൈൻഡ് ചെയ്യുകയും അഥവാ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാതെ വരുന്നതിനെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് HDL ലെവലിനെ കൂട്ടിയിട്ട് LDL ലെവലിനെ താഴ്ത്തുക എന്നൊരു ഫംഗ്ഷൻ കൂടി നമ്മൾ പ്രത്യേകിച്ച് സോലുബിൾ ഫൈബേഴ്സ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. സാധാരണ എല്ലാവരും പറയാറുണ്ട്, കൊഴുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ വരുന്നത് എന്ന്. എന്നാൽ അങ്ങനെ മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രമേഹ രോഗികളോ BP എലിവേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനോടും ഡോക്ടേഴ്സ് പറയുന്നത്, അത്തരം കണ്ടീഷനിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ കൊളസ്ട്രോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയാറുള്ള കാരണം കാർബോഹൈഡ്രേറ്റ് അധികമാവുന്നതും ബോഡിക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അത് കൊഴുപ്പായിട്ടാണ് ലിവർ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയും അധികമായ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതും ഒരു തരത്തിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുന്നതിന് ഒരു കാരണം തന്നെയാണ്. അതുകൊണ്ട് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരും കൊളസ്ട്രോളിന്റെ ചെക്കപ്പ് റെഗുലറായിട്ട് നടത്തേണ്ടതും മാത്രമല്ല അതിൻ്റെതായ ഭക്ഷണ രീതി ശ്രദ്ധിക്കേണ്ടതുമാണ്. സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള സിരിയൽ വർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ലത് നമ്മുടെ തവിടോട് കൂടിയ അരിയാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് വൈറ്റ് റൈസ് ആണ്. അത് മാറ്റി തവിടോട് കൂടിയ അരി എല്ലാ ഭക്ഷണങ്ങളിലും ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിൽ വരികയാണെങ്കിൽ നമ്മുടെ ബീൻസ്, അതുപോലെ ഗ്രീൻ ഗ്രാം, ഇതെല്ലാം വളരെയധികം സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയതാണ്. ഓട്സിലാണെങ്കിൽ ബീറ്റ ഗ്ലൂക്കൺ എന്നറിയപ്പെടുന്ന കൊളസ്ട്രോൾ ലോവർ ചെയ്യാൻ കഴിവുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് ഓട്സും നല്ലതാണ്. ബാർലിയും ഒട്ടും മോശമല്ല. ഫൈബേഴ്സിന്റെ മറ്റൊരു നല്ല സോഴ്സാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക ഏറ്റവും നല്ലതാണ്. അതുപോലെ കോവയ്ക്ക കൊളസ്ട്രോൾ ലോവറിംഗ് കഴിവുള്ള ഒരു വെജിറ്റബിൾ ആണ് കോവയ്ക്കൊക്കെ. അതുപോലെ ബീൻസ്, ടൊമാറ്റോ, ഇതെല്ലാം വളരെയധികം നല്ലതാണ് കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസിന്. ഇപ്പൊ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ 3 നേരം ഭക്ഷണത്തിന്റെ ഒപ്പം നമ്മുടെ സവാള ചെറുതായി അരിഞ്ഞ് ഫുൾ സാലഡ് ഇല്ലെങ്കിലും കൂടെ വെറുതെ 1-2 സവാള ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ തന്നെ കൊളസ്ട്രോൾ ലെവൽ വളരെയധികം കുറഞ്ഞതായി കാണും. അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മുടെ തൈര് നമ്മൾ സ്കിംഡ് മിൽക്ക്, അതായത് ഫാറ്റ് റിമൂവ് ചെയ്ത പാലുകൊണ്ട് ഉണ്ടാക്കിയ തൈരാണെങ്കിൽ ഏറ്റവും ഉത്തമം. അതിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടുള്ള കഴിവുള്ള ഗുണങ്ങളുള്ള സംഭവങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ നോൺ വെജിന്റെ കാര്യത്തിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കഴിക്കാൻ നമുക്ക് കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസിനും അല്ലാത്തവർക്കായാലും ഏറ്റവും നല്ലത് omega-3 അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളാണ്. അതായത് നമ്മുടെ സാധാരണ ചാള അഥവാ മത്തി, അതുപോലെ അയില, അതുപോലെ ചൂര അഥവാ ട്യൂണ, ഇത്തരം മത്സ്യങ്ങളിൽ omega-3 ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ ലെവലിനെ വളരെയധികം താഴ്ത്തും.
നോൺ വെജിന്റെ കാര്യത്തിൽ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വൈറ്റ് മീറ്റ് വേണമെങ്കിൽ എടുക്കാം, അതായത് ചിക്കൻ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാൽ തൊലിയില്ലാത്ത ചിക്കൻ ആയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. റെഡ് മീറ്റ് ഇനങ്ങളിൽ പെടുന്ന നമ്മുടെ താറാവ്, അതുപോലെ പോത്ത്, പോർക്ക് എന്നുള്ളവ എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. മട്ടനും പരമാവധി അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മറ്റൊരു സംഭവം നമ്മൾ തീരെ കഴിക്കാൻ പാടാത്തതെന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡ്സ് ആണ്. അതായത് ഷുഗറോ സോൾട്ടോ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്, പാക്ക്ഡ് ഫുഡ്സ് ആണ് നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്സ്. ഇത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മറ്റുൽപ്പന്നങ്ങളായ നമ്മുടെ ഗീ, ബട്ടർ, മയോണൈസ് തുടങ്ങിയവയാണ് പ്രധാനമായും നമ്മുടെ ഭക്ഷണത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇതിനു പുറമെ മരുന്നടിക്കാത്ത നമ്മുടെ തൊടിയിലുണ്ടാകുന്ന ഉണ്ണിപ്പിണ്ടി, വാഴക്കൊപ്ര, കോവയ്ക്ക, മറ്റിലവർഗ്ഗങ്ങൾ, സാലഡുകൾ തുടങ്ങിയവ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ നെല്ലിക്കയും നാടൻ കറിവേപ്പിലയും അരച്ചു ചേർത്ത മോരും വെള്ളം, തുളസി വെള്ളം, ഉലുവ വെള്ളം, അതുപോലെ ഗ്രീൻ ടീ തുടങ്ങിയ പാനീയങ്ങളും നല്ലതാണ്. കൂടാതെ ഒരു 20 മിനിറ്റ് തുടർച്ചയായുള്ള വ്യായാമവും കൂടി ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിനെ വളരെ ഈസിയായി തോൽപ്പിക്കാനാകും. താങ്ക് യു വ്യൂവേഴ്സ്. മറ്റൊരു ഹെൽത്തി ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് അംബ്ലിക എം സൈനിങ് ഓഫ് ഫ്രം എഡ്യു ഹെൽത്ത്.